ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെ എം ജെ. ഒരു വടക്കൻ വീരഗാഥ. മമ്മൂക്കയുടെ ഏറ്റവും മികച്ച സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ടോപ്പ് 10 പറയുന്ന, അത്രയും വർഷങ്ങൾ മുമ്പ് വന്നിട്ടുള്ള, അന്ന് തന്നെ ഇത്തരത്തിലൊരു ചതിയൻ ചന്തു എന്ന് പറഞ്ഞ കഥാപാത്രം ഇനി അതിന് മുകളിലേക്ക് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ സിനിമ. അത് വീണ്ടും 4K റിലീസ് ആവാണ് ഈ വരുന്ന ഫെബ്രുവരിയിൽ. അപ്പോൾ അതിന്റെ 4Kയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. കുറേ ആളുകൾ ഇത് നമ്മുടെ ഒരു 5-6 ദിവസം മുമ്പ് വന്നിട്ടുള്ള സാധനമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ എംപുരാൻ അതല്ലാതെ ഒരുപാട് അപ്ഡേറ്റ്സ് ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാതിരുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ആ വടക്കൻ വീരകഥയുടെ ഒഫീഷ്യൽ ട്രെയിലർ, 4K ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് വാച്ച് ഇറ്റ് ടുഗദർ. മ്യൂസിക്കൊക്കെ മലയനോട് തൊടുത്തു മരിച്ച ആ ജഗവന്റെ അയാളുടെ മകനായിരിക്കും. സർവകായ സമസ്തായ നിനക്കൊക്കെയും ആയുധം കയ്യിൽ അവനത് മനസ്സിലാണ്. പുത്തൂരം വീടിന്റെ പൊന്മകളെ സ്വീകരിക്കാനുള്ള പ്രൗഢിയൊന്നും കേരളത്തിന്റെ പടത്തിലില്ല, അറിയാം. എന്നാലും ആ വീട് ഒരുങ്ങും, കളരി ഒരുങ്ങുന്നു, കടൻമുട്ട മുതലുണ്ട്. ബന്ധം പുതുക്കാൻ വന്നവരല്ല ഞങ്ങൾ. ചതിയൻ ചന്തുവിന്റെ കൊടുംക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? മായവും മയക്കും അറിയുന്ന അരിങ്ങോട് റോഡ് കൊടുക്കാൻ പറ്റിയ ചേകവനെ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കുകയാണ്. എന്തെങ്കിലും തീരുമാനമാവാതെ അവർ പോകില്ല. അതാണ് അശോരത്തുളപ്പിന്റെ പാരമ്പര്യം. ആനയെ മയക്കുന്ന അരിങ്ങോടുകളുടെ തലയെടുത്ത ആരോപണമുണ്ട് അവരുടെ മനസ്സിൽ. അംഗം കിഴി വെച്ചോളൂ, ഞാൻ വരാം. അംഗം ജയിച്ചു വന്നാൽ ചന്തുവാങ്ങളുടെ പെണ്ണാണ്. വീരൻ ചേകവനെ ഇപ്പോഴും വിരൽത്തുമ്പിൽ പകിരിതിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ അവൾ. ഇത് പുത്തൂരം വീട്ടിലെ മാത്രം പെണ്ണുങ്ങളുടെ ബിരുദോ അതോ ചേകവൻ കുലത്തിന് മുഴുവൻ ചേർന്ന പതിവോ? കയ്യിൽ നീങ്ങുന്നത് കാണാൻ വൈകുന്നവർക്കല്ലേ തുണക്കാരന്റെ പിൻബലം വേണ്ടത്. എന്നോട് അംഗം വേണമെങ്കിൽ നാളും സ്ഥലവും നിശ്ചയിച്ച് പിന്നെ ശിഷ്യരിലാർക്കും കിട്ടാത്ത ഒരടവ് നോക്കിയില്ല. അവന്റെ തലപ്പൊഴിയും പറഞ്ഞു വെക്കണം. ഒരുങ്ങിക്കോ ചന്തിച്ചേകവനെ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ഫെബ്രുവരി 7-ാം തീയതി ആണെന്നാണ് ഓർമ്മ. 6ആണോ 7 എനിക്ക് അറിയില്ല. എന്തായാലും ഈ ഫെബ്രുവരി തന്നെയാണ് പടം റിലീസ് ആവുന്നത്. ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓളം ഭയങ്കരം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഏകദേശം ഏറെക്കുറെ ആളുകളും എന്നെ പോലെ തന്നെ ആവാൻ സാധ്യത. കാരണം ഞാൻ ഈ സിനിമ കംപ്ലീറ്റ് 2-2.5 മണിക്കൂർ നേരം ഒറ്റയടിക്കരുത് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ മുഴുവൻ ഭാഗം കണ്ടിട്ടുണ്ട് താനും. അത് പലപ്പോഴും ടി വിയിൽ വരുമ്പോൾ അവിടെ എവിടെ ആയിരിക്കും കാണുക. അതല്ലാതെ മൊബൈലിൽ പല കിടിലൻ സീൻസും പല വട്ടം ഇരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് നമുക്ക് പറയുന്ന ഡയലോഗ്. അതുപോലെ ഈ സിനിമയിൽ മൊത്തത്തിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഡയലോഗ് ഡെലിവറി, അതിന്റെ കുറെ മുമ്പ് ഞാൻ എപ്പോഴും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കാണുമ്പോൾ, അതായത് ഇത്ര ഹിസ്റ്റോറിക് ക്യാരക്ടേഴ്സ്, ചരിത്ര നായകന്മാരെ, വീര നായകന്മാരെ, അല്ലെങ്കിൽ അത്ര പൗരുഷം വേണ്ടുന്ന കഥാപാത്രങ്ങൾ കാണുന്ന സമയത്ത് പണ്ട് ജഗതി ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഡയലോഗ് എനിക്ക് ഓർമ്മ വരും. ഒരു ഏതോ ഫംഗ്ഷനിൽ എന്തോ പുള്ളി പറഞ്ഞ പോലെ, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ മമ്മൂക്കേനെ അല്ലാതെ മലയാളത്തിൽ മറ്റൊരു നടനില്ല, ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു നടനില്ല എന്നുള്ളത് സത്യമാണ്. അത് ഇതിൽ തന്നെ ഇപ്പോ ആരോമലുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അവിടെ ആ വോയിസിലുള്ള ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. അത് അംഗം കുറിച്ചോളൂ, ഞാൻ റെഡി എന്ന് പറയുന്ന സാധനമൊക്കെ മമ്മൂക്കയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗാംഭീര്യ വോയിസ് മോഡുലേഷൻ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഇത്തരം ഹിസ്റ്റോറിക് ക്യാരക്ടേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് പഴശ്ശിരാജയാണെങ്കിലും ഇതാണെങ്കിലും, അതല്ലാതെ നമ്മുടെ മാപ്പിള കലാപം പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ ആ മലപ്പുറത്ത് നടന്നിട്ടുള്ള സംഗതിയാണെങ്കിലും, അത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിലൊക്കെ മമ്മൂക്ക ആ വോയിസ് ആ കൺട്രോളും മോഡുലേഷനും തന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പൗരുഷമുള്ള മുഖവും ആറ്റിറ്റ്യൂഡും അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ
ഇത് തിയേറ്ററിൽ പോയി കാണുന്ന ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് ആ ഒരു സംഭവം മൊത്തത്തിൽ കാണുക. മാത്രമല്ല ഇത്തരത്തിലുള്ള സിനിമകളൊന്നും തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഇവർ റിലീസ് ആയിട്ട് കൊണ്ടുവന്നത്. അതും 4K സ്ഫടികം കണ്ടു, കിടലായിരുന്നു. വല്യേട്ടൻ കണ്ടു, അത് അടിപൊളിയായിരുന്നു. അതുപോലെ 1-2 സിനിമകൾ വന്നു, അതൊക്കെ നമ്മൾ കണ്ടു. ദേവദൂതൻ, അയ്യോ അതൊക്കെ എന്ത് രസമായിരുന്നു കാണാൻ. അത് എസ്പെഷ്യലി അതിലെ മ്യൂസിക്, ഗാനങ്ങളൊക്കെ ഇങ്ങനെ മറ്റൊരു നമ്മൾ പറയില്ല ദേവലോകത്തേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ പോലെ ഒരു ആംബിയൻസ് ഭയങ്കരമായിരുന്നു തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടുള്ള. അപ്പോൾ ഈ വല്യേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ വരുന്ന ഫെബ്രുവരി 7-ാം തീയതി അന്ന് തന്നെയാണ് ഈ സിനിമ റിലീസ് എന്ന് എനിക്ക് ഓർമ്മ, കറക്റ്റ് ഡേറ്റ് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും സിനിമ പോയി കാണും. അപ്പോൾ ആ ദിവസം തന്നെ ഫെബ്രുവരി 7-ാം തീയതി തന്നെയാണ് വല്യേട്ടൻ 4K-ലുള്ളത് OTT റിലീസ് ചെയ്യുന്നത്. അത് 4K റെസൊല്യൂഷനിൽ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുള്ള അതിന്റെ റിവ്യൂ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് OTT റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന ഫെബ്രുവരി 7-ാം തീയതിയാണ്. അപ്പൊ 2 പടം ഒരുമിച്ചാണ് തിയേറ്ററിലേക്ക് വരുന്നത്. എന്തായാലും ഐ ആം എക്സൈറ്റഡ്. ഈ സിനിമ കാണുന്നതിനെ കുറിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതിന്റെ മ്യൂസിക് ഇപ്പൊ ലാസ്റ്റ് ഈ സാധനം ഭയങ്കര സ്ലോ മോഷനിൽ വന്നതുപോലെ എന്ത് രസമായിരുന്നു കേൾക്കാൻ. പഴയ സിനിമകളിലെ മ്യൂസിക്കും പാട്ടും അതിന്റെ ഒരു ചില പാട്ടുകളൊക്കെ ഭയങ്കര വശ്യത ഫീൽ ചെയ്യാറുണ്ട്. ചിലതിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാറുണ്ട്. അത്തരത്തിൽ ഈ സിനിമയും ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവും. ചന്തുവിന്റെ ആ ഒരു തീരാ സങ്കടം, ആ തീരാ ദുഃഖം അത് പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷയോടെ ഈ സിനിമയുടെ 4K റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അന്ന് തിയേറ്ററിലൊക്കെ ഇത് കാണാൻ പറ്റിയിട്ടുണ്ടോ എനിക്കറിയില്ല, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പിന്നീട് ഇതുപോലെ മുഴുവനായിട്ടിരുന്ന് കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അത് വീഡിയോ കാണുന്നവരെ